അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സുനാമി അനുസ്മരണവും സ്മൃതിനിധി ജീവകാരുണ്യ പദ്ധതി ഉദ്ഘാടനവും നടത്തി. സ്കൂളിൽ നിന്നും ആരംഭിച്ച അനുസ്മരണ യാത്ര അഴീക്കൽ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി. ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ അഴീക്കൽ സ്കൂളിലെ 10 കുട്ടികളുടെ ഓർമ്മയ്ക്ക് മുന്നിൽ 10 മൺചിരാതുകൾ തെളിയിച്ചു. അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് സുനാമി അനുസ്മരണം സംഘടിപ്പിച്ചത്. സ്കൂളിൽ നിന്നും ആരംഭിച്ച അനുസ്മരണ യാത്ര അഴീക്കൽ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി. തുടർന്ന് സ്കൂളിൽ സുനാമി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 10 കുട്ടികളുടെ ഓർമ്മയ്ക്ക് മുന്നിൽ 10 മൺചിരാതുകൾ തെളിച്ച് ഓർമ്മകൾ പുതുക്കി. കുട്ടികളുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടന്നു. എല്ലാ വർഷവും സുനാമി വാർഷിക ദിനത്തിൽ നമ്മുടെ സ്കൂളിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ള സുനാമി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അതിനുശേഷം അഴീക്കൽ സ്മൃതി മണ്ഡപത്തിലേക്ക് ഇവിടുന്ന് സുനാമി അനുസ്മരണ യാത്രയും നടത്താറുണ്ട്. ഈ വർഷം സുനാമി വാർഷികത്തിന്റെ 20ാമത് വർഷമാണ്. ഈ വർഷം നമ്മുടെ സ്കൂൾ അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഒരു ജീവകാരുണ്യ പദ്ധതിക്കൂടെ തുടക്കം കുറിക്കുകയാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളിൽ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന സഹജീവികളെ സഹായിക്കുക, അവരാഘോഷങ്ങളിലൂടെയും അല്ലാതെയും ചെലവാക്കുന്ന പൈസയിൽ നിന്ന് ഒരു തുണ്ട് പൈസ അല്ലെ ഒരു നാണയം, ആ ഒരു പൈസ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് സൂക്ഷിച്ചു വെക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് ഇത് തുടക്കം കുറിക്കുന്നത്. പെൺകുഞ്ഞുങ്ങളുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ സ്മൃതിനിധി ജീവകാരുണ്യ പദ്ധതിക്കും തുടക്കമായി. ദുരന്തത്തിൽ 2 സഹോദരിമാരെയും അമ്മയെയും നഷ്ടമായ കിഴക്കേ മാത്തശ്ശേരിൽ നന്ദു സ്മൃതിനിധിയിലേക്ക് ആദ്യ തുക നൽകി. പിറന്നാൾ ആഘോഷ ദിവസങ്ങൾ ഇവയ്ക്കായി ചെലവാക്കുന്ന തുകയിൽ നിന്നും ചെറിയ ഒരു പങ്ക് അവശത അനുഭവിക്കുന്ന സഹജീവികൾക്കായി മാറ്റിവെക്കാനും അവരെ സഹായിക്കാനുമുള്ള മനസ്സ് വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്മൃതിനിധി പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. PTA പ്രസിഡന്റ് ലിജിമോൻ, SMC ചെയർമാൻ ബിനു, MPTA പ്രസിഡന്റ് പ്രിയ, പ്രഥമാധ്യാപിക സ്മിത KL, സജിക്കുട്ടൻ, മോഹൻദാസ്, റാണി, കമലം, സുജാരാജ്, മുഹമ്മദ് സലീം ഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.